കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ തന്നെ ധാരണയനുസരിച്ചാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എം തോമസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുതിയ പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ തന്നെ ഉഴവൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ചെത്തിയ PM മാത്യുവിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറിയതെങ്കിലും ചൊവ്വാഴ്ച ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ PM മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒരു പൊതുതെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങൾക്കാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഉഴവൂരിൻ്റെ പൊതുജീവിതത്തിൽ നിറഞ്ഞ സാന്നിധ്യമായ PM മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വിവരം അറിഞ്ഞതു മുതൽ ഉഴവൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. കേരള കോൺഗ്രസ് എം പാർട്ടി പ്രവർത്തകർക്ക് പുറമെ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള നിരവധി വ്യക്തിത്വങ്ങളായിരുന്നു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് രാവിലെ മുതൽ എത്തിക്കൊണ്ടിരുന്നത്. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSCയിലൂടെ പൊതുരംഗത്തേക്ക് കടന്നുവന്ന PM മാത്യുവിൻ്റെ വ്യക്തിബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാനലബ്ധിയിൽ അതിരുവിട്ട് ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PM മാത്യു തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ കാണാനായത്. അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകളുമായി സഹപ്രവർത്തകരും ഉറ്റ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ ആശംസാ വചനങ്ങളുമായി PM മാത്യുവിനെ അക്ഷരാർത്ഥത്തിൽ പൊതിയുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PM മാത്യുവിൻ്റെ പേര് നാമനിർദ്ദേശം ചെയ്ത മുൻ പ്രസിഡന്റ് M തോമസ് തന്നെ ആദ്യം PM മാത്യുവിനെ ഹസ്തദാനം നൽകി പ്രസിഡന്റ് സ്ഥാനലബ്ധിയുടെ ആഹ്ലാദം പങ്കിട്ടപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ്മ സഖറിയാസ് അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്കിന് കീഴിലുള്ള 8 ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ എന്നിവരടക്കം എല്ലാവരും പ്രസിഡന്റിൻ്റെ സമീപത്തേക്ക് എത്തി കരം ഗ്രഹിക്കുന്നത് കാണാമായിരുന്നു. ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PL എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ എത്തി പുഷ്പഹാരങ്ങളും ഷാളുകളും അണിയിച്ച് PM മാത്യുവിനെ വരവേൽക്കുന്നത് കാണാമായിരുന്നു. PM മാത്യുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അന്നക്കുട്ടി മാത്യുവും പിതാവ് PP മാണിയും മാത്യുവിൻ്റെ സഹോദരങ്ങളായ മേരിക്കുട്ടി തോമസും തോമസ് മാത്യുവും ഇവരുടെ ഭർത്താവ് റോസി ജോമോൾ, മോളി P മാത്യു എന്നിവരെല്ലാം കുടുംബസമേതമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സംബന്ധിച്ചത്. കടുത്തുരുത്തി MLA മോൻസ് ജോസഫിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജോസ്മൻ മുണ്ടയ്ക്കൽ, ജോസ് പുത്തൻകാല, ഡിജോ കാപ്പൻ, ശ്രീ MS ജോസ്, തോമസ് കണ്ണന്തറ എന്നിവരടക്കം നിരവധി പാർട്ടി നേതാക്കളും അനുമോദന സമ്മേളനത്തിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട PM മാത്യുവിന് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ലീലാമ്മ സഖറിയാസ് അധ്യക്ഷയായിരുന്നു. PM മാത്യുവിന് ആശംസകൾ നേർന്നുകൊണ്ട് ആദ്യം സംസാരിച്ചത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M തോമസ്, ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PL എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടയ്ക്കൽ, NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഴവൂർ വിജയൻ, കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS രമാദേവി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സെല്ലി ജോർജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ J ജോൺ തറപ്പിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മറ്റപ്പള്ളി, തോമസ് ഉഴുത്തുനാൽ, തോമസ് കണ്ണന്തറ എന്നിവർ PM മാത്യുവിനെ അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് സംസാരിച്ചു.